ഇനി ഒരു റിയൽ കേരള സ്റ്റോറി കണ്ടാലോ? ഇതൊക്കെയാണ് മക്കളെ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോണ്ടല്ലോ താലപ്പൊലി നടന്നുകൊണ്ടിരിക്കട്ടെ അവിടെ. എല്ലാ കൊല്ലം താലപ്പൊലി ഇവിടെ നിന്ന് തുടങ്ങണേക്കാട്ട് മുന്നേ ഇവര് പള്ളിയിൽ നേർച്ച ഇടാറാട്ട പതിവ്. പക്ഷെ ഇപ്പൊ നോമ്പ് കാലം ആയതുകൊണ്ട് ഒരു സെറ്റ് ആപ്പിൾ ആട്ട പള്ളിക്ക് എന്നാ നോമ്പ് തുറപ്പിക്കാനായിട്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകും. നമ്മളതൊക്കെ ബഹുമാനിക്കാട്ടാ നമ്മുടെ കേരളക്കാർ പഠിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ചെങ്ങായി അഭിലാഷും രാഹുലും പള്ളിയിലെ നോമ്പ് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി സഹായിക്കാൻ വന്നേക്കാട്ടെ. അവര് പള്ളിയിലെ മിക്ക കാര്യങ്ങൾക്കും ഇവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, ഒപ്പം തന്നെ ഉണ്ടാവട്ടെ എല്ലാം പരിപാടിയും. ഇതാണ് കേരളം, ഇങ്ങനെയാണ് കേരളം. ആ കേരളത്തിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെയാ വീഡിയോയില് പടച്ചു വിട്ടേക്കണേ. എല്ലാ മതസ്ഥരും ഒത്തൊരുമയോട് പോണ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ആ കേരളത്തിൽ ഇതുപോലെ ബീഫ് ആരെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കാറൊന്നുമില്ല. കേരളക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായ ബീഫിനെ അവർ അതിൽ അങ്ങനെയൊക്കെ കാണിച്ചു വെച്ചേക്കണേ. അപ്പൊ ഇതാണോ അത് റിയൽ കേരള സ്റ്റോറി?